പഴയ ക്രൗൺസ് ഒക്കെ ഉണ്ടല്ലോ പണ്ട്. ഇപ്പം ഞാനൊരു 20 ഇയേഴ്സ് മുമ്പ് ഒരു ക്രൗൺ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് അതിൽ ആ ക്രൗണിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫുഡ് കയറുന്നു. അതുപോലെ തന്നെ ഈ ത്രെഡ് ഫ്ലോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പം ഇൻഫാക്റ്റ് ആ ഗമ്മയിലേക്ക് ഫ്ലോസ് ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും. ഈ ഫുഡ് ലോഡ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? എന്നാൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡാമേജ് ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇന്റർമീഡിയറ്റ് പെയിൻ കയറി വരും. അതെന്തുകൊണ്ടായിരിക്കും അത്? ഫുഡ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ അവിടെ ആ ഗംസിൽ ഇടിച്ചു കയറുമ്പോൾ ഗമ്മയിൽ പെയിൻ വരും. ഫുഡ് സ്റ്റക്ക് ആകുന്നോണ്ടാണ് ഗംസിൽ പെയിൻ ഉണ്ടാകുന്നത്. 20 വർഷമായെന്നല്ലേ പറഞ്ഞത് ആ ക്യാപ്പ് ചെയ്തിട്ട്? ക്യാപ്പ് ഫിക്സ് ചെയ്യുന്ന കാലം മുതലേ ഫുഡ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്യാപ്പിന്റെ ഷേപ്പോ ഫിറ്റിങ്ങിന്റെ പ്രശ്നമോ എന്തെങ്കിലും ആയിരിക്കും. കുറേ നാൾ ഒരു പ്രശ്നമില്ലായിരുന്നു, റീസെന്റ് ആണ് ക്യാപ്പിന്റെ ഇടയ്ക്ക് ഫുഡ് കയറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്യാപ്പിന്റെ താഴത്തെ അകത്തെ പല്ല് കേടാവുന്നുണ്ടാവും. അപ്പോൾ ഈ കഴിക്കുന്നതെല്ലാം ഈ പല്ലിന്റെ അകത്തോട്ട് കയറുന്നുണ്ടാവും. അതായിരിക്കും റീസൺ. അല്ലെങ്കിൽ ആ ക്യാപ്പ് ഇരിക്കുന്നതിന്റെ അപ്പുറത്തെ പല്ലിന്റെയും ഇടയ്ക്ക് കേടുണ്ടാവും. അപ്പൊ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ, എവിടെയാ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഡെന്റൽ ക്ലിനിക്കിൽ ചെന്ന് ഒരു എക്സ്റേ എടുപ്പിച്ചിട്ട് എക്സാക്ട്ലി ആ പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലായിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്താലേ ഈ ഫുഡ് കുടുങ്ങുന്ന കംപ്ലീറ്റ്ലി മാറുള്ളൂ.